വിജയ് ഹസാരെ ട്രോഫി 2025 മുതൽ 26 വരെ ഡൽഹിക്ക് 7 റൺസിന്റെ ആവേശകരമായ വിജയം. ഇന്ന് നടന്ന എലൈറ്റ് ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ഗുജറാത്തിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. ബംഗളൂരുവിലെ BCCI സെന്റർ ഓഫ് എക്സലൻസിലായിരുന്നു കളി നടന്നത്. 254/9 എന്ന സ്കോർ വിജയകരമായി പ്രതിരോധിച്ച് ഡൽഹി ഗുജറാത്തിനെ 247 റൺസിന് ഓൾ ഔട്ടാക്കുകയായിരുന്നു. ഡൽഹിക്കായി വിരാട് കോഹ്ലിയുടെ വെടിക്കെട്ട് പ്രകടനമായിരുന്നു. 61 പന്തിൽ 77 റൺസാണ് കോഹ്ലി നേടിയത്. ക്യാപ്റ്റൻ ഋഷഭ് പന്തും മോശമാക്കിയില്ല, 70 റൺസ് സംഭാവന ചെയ്തു. ഈ ജയം ഡൽഹിയുടെ ടൂർണമെന്റിലെ സാധ്യതകൾക്ക് വലിയ ഊർജ്ജം പകരും. ഗ്രൂപ്പിൽ അവർക്ക് മികച്ച സ്ഥാനമുറപ്പിക്കാനും ഇത് സഹായിക്കും. ഈ കളി ക്രിക്കറ്റ് പ്രേമികളെ ശരിക്കും ആവേശത്തിലാക്കി. ദിവസം മുഴുവൻ തത്സമയ സ്കോറുകളും മത്സര വിവരങ്ങളും അറിയാൻ ആളുകൾക്ക് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഈ 50 ഓവർ ടൂർണമെന്റിൽ ഡൽഹിയുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് ഈ ജയം വലിയൊരു മുതൽക്കൂട്ടാണ്. ടോസ് നേടിയ ഗുജറാത്ത് ആദ്യം ബോൾ ചെയ്യാനാണ് തീരുമാനിച്ചത്. തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും കോഹ്ലിയുടെ വെടിക്കെട്ട് 77 റൺസും പന്തിന്റെ ക്ഷമയോടെയുള്ള 70 റൺസുമാണ് ഡൽഹി ഇന്നിംഗ്സിന് അടിത്തറയായത്. 13 ഫോറുകളും ഒരു സിക്സും അടങ്ങിയ കോഹ്ലിയുടെ ഈ ഇന്നിംഗ്സ് തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടമായ ശേഷം ടീമിനെ പിടിച്ചു നിർത്താനും സ്കോറിംഗ് വേഗത കൂട്ടാനും വലിയ രീതിയിൽ സഹായിച്ചു. വെറും 29 പന്തുകളിലാണ് കോഹ്ലി അർദ്ധ സെഞ്ചുറി നേടിയത്. ഗുജറാത്തിനായി 4 വിക്കറ്റുകൾ വീഴ്ത്തി വിശാൽ ജയ്സ്വാളാണ് ബൌളിംഗിൽ തിളങ്ങിയത്. കോഹ്ലിയുടെയും പന്തിന്റെയും നിർണായക വിക്കറ്റുകൾ ഉൾപ്പെടെയായിരുന്നു ഇത്. ഡൽഹിയെ 50 ഓവറിൽ 254 റൺസിന് 9 വിക്കറ്റ് എന്ന നിലയിൽ ഒതുക്കി നിർത്താൻ ജയ്സ്വാളിന്റെ ഈ പ്രകടനത്തിന് കഴിഞ്ഞു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് ശക്തമായ ഒരു ചേസിംഗാണ് കാഴ്ചവെച്ചത്. ഇന്നിംഗ്സിന്റെ ഒരു വലിയ ഭാഗത്തും അവർ വിജയപ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പക്ഷേ ഡൽഹിയുടെ ബൌളർമാർക്ക്, പ്രത്യേകിച്ച് 3 നിർണായക വിക്കറ്റുകൾ നേടിയ പ്രിൻസ് യാദവിന് ഗുജറാത്തിന്റെ മുന്നേറ്റം തടയാൻ കഴിഞ്ഞു. ഒടുവിൽ ഗുജറാത്തിന് വിജയം നേടാനായില്ല. 47.4 ഓവറിൽ 247 റൺസിന് എല്ലാവരും പുറത്തായതോടെ ഡൽഹി 7 റൺസിന്റെ നേരിയ വിജയം സ്വന്തമാക്കി. ഈ വിജയത്തിന് വലിയ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ചും ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള പഴയ കണക്കുകൾ കൂടി പരിഗണിക്കുമ്പോൾ. കഴിഞ്ഞ 5 ലിസ്റ്റ് എ മത്സരങ്ങളിൽ ഇവർ നേർക്കുനേർ വന്നപ്പോൾ ഗുജറാത്ത് 2 കളികളിൽ ജയിച്ചിരുന്നു. അതിൽ 2019 വിജയ് ഹസാരെ ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ 6 വിക്കറ്റിനും 2015 ഫൈനലിൽ 139 റൺസിനും ഗുജറാത്ത് നേടിയ ജയങ്ങളും ഉൾപ്പെടുന്നു. ഇതിനു മുമ്പ് ഡൽഹി ഗുജറാത്തിനെ തോൽപ്പിച്ചത് 2013 ഫെബ്രുവരിയിലാണ്. അന്ന് 8 വിക്കറ്റിനായിരുന്നു അവരുടെ ജയം. ഇന്നത്തെ ഈ ജയം ഡൽഹിക്ക് വളരെ നിർണായകമായ ഒരു വഴിത്തിരിവാണ്. ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും എലൈറ്റ് ഗ്രൂപ്പ് ഡിയിൽ അവരുടെ നില മെച്ചപ്പെടുത്താനും സഹായിക്കും. ഒരു പ്രധാനപ്പെട്ട ആഭ്യന്തര 50 ഓവർ ടൂർണമെന്റായ വിജയ് ഹസാരെ ട്രോഫി നോക്കൌട്ട് ഘട്ടങ്ങളിലേക്ക് യോഗ്യത നേടുന്നതിന് ടീമുകൾക്ക് ഒരു നിർണായക വേദിയാണ്. ഈ ഗ്രൂപ്പ് പോരാട്ടങ്ങളുടെ തീവ്രതയും പ്ലേ ഓഫ് സാധ്യതകളും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ടൂർണമെന്റിലെ ഓരോ ഫലവും എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. കോഹ്ലിയുടെ വരവും ടൂർണമെന്റിലെ പ്രകടനവുമെല്ലാം ഒരുപാട് ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഗുജറാത്തിനെതിരെ നേടിയ 77 റൺസ് പ്രകടനത്തിലൂടെ കോഹ്ലി മറ്റൊരു വലിയ നേട്ടവും സ്വന്തമാക്കി. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലിസ്റ്റ് എ ശരാശരി എന്ന റെക്കോർഡ് ഓസ്ട്രേലിയയുടെ മൈക്കിൾ ബെവനെ പിന്നിലാക്കിയാണ് കോഹ്ലി തന്റെ പേരിലാക്കിയത്. ഡൽഹിയെ നയിച്ച ഋഷഭ് പന്തും ഒരു നിർണായക അർദ്ധ സെഞ്ചുറി നേടി ടീമിന്റെ ബാറ്റിംഗ് നിരയ്ക്ക് കരുത്ത് പകർന്നു. ഈ മത്സരത്തിൽ മാത്രമല്ല 2025 മുതൽ 26 വരെയിലെ വിജയ് ഹസാരെ ട്രോഫിയിൽ മറ്റൊരുപാട് ശ്രദ്ധേയമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മുംബൈക്കെതിരായ മറ്റൊരു മത്സരത്തിൽ ഉത്തരാഖണ്ഡിന്റെ പേസർ ദേവേന്ദ്ര ബോറ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ഗോൾഡൻ ഡക്കിന് പുറത്താക്കി എല്ലാവരെയും ഞെട്ടിച്ചു. ഇത് നമ്മുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ ഒരുപാട് യുവപ്രതിഭകളെയാണ് കാട്ടിത്തരുന്നത്. ഇത്തരം വ്യക്തിഗത പ്രകടനങ്ങളെല്ലാം ടൂർണമെന്റിന്റെ ആവേശം കൂട്ടാനും മത്സരത്തെ കൂടുതൽ വാശിയേറിയതാക്കാനും സഹായിക്കുന്നുണ്ട്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിനു പകരം ബംഗളൂരുവിലെ BCCI സെന്റർ ഓഫ് എക്സലൻസിൽ ഡൽഹിയുടെ മത്സരങ്ങൾ നടത്താൻ തീരുമാനിച്ചത് സുരക്ഷയും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതും കണക്കിലെടുത്ത് എടുത്തൊരു തന്ത്രപരമായ നീക്കമാണ്. വിരാട് കോഹ്ലിയെപ്പോലുള്ള പ്രമുഖ താരങ്ങൾ കളിക്കാനുണ്ടാകുന്നതുകൊണ്ട് അടുത്തിടെയുണ്ടായ ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടത്തെ നന്നായി നിയന്ത്രിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും അധികൃതർ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈയൊരു മാറ്റം സൂചിപ്പിക്കുന്നത് ഈ ക്രിക്കറ്റ് താരങ്ങളുടെ വലിയ ജനപ്രീതിയും ദേശീയ ടൂർണമെന്റുകളിൽ പോലും വലിയ ആരാധകക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള വെല്ലുവിളികളുമാണ്. 2025 ഡിസംബർ 24 മുതൽ 2026 ജനുവരി 18 വരെ നടക്കുന്ന വിജയ് ഹസാരെ ട്രോഫി കളിക്കാർക്ക് വളരെ നിർണായകമായ ഒരു വേദിയാണ്. പ്രമുഖരായ അന്താരാഷ്ട്ര താരങ്ങൾക്ക് തങ്ങളുടെ ഫോം നിലനിർത്താനും പുതിയ യുവതാരങ്ങൾക്ക് കഴിവ് തെളിയിച്ച് ശ്രദ്ധ നേടാനും ഈ ടൂർണമെന്റ് സഹായിക്കുന്നു. ഇത് ഭാവിയിൽ ദേശീയ ടീമിലേക്കോ IPL ലേലത്തിലേക്കോ ഉള്ള തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്.